റെഡ് ഫോക്സ്, ട്രൂ ഫോക്സ് എന്നും സാധാരണ ഫോക്സ് എന്നും പറയും. റെഡ് ഫോക്സ് എന്ന പേരിന് പുറമെ ട്രൂ ഫോക്സ്, ഓർഡിനറി ഫോക്സ് എന്നീ പേരുകൾ എന്തിനാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ കോപ്പിറൈറ്റ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും പോകാതിരിക്കാനാണ്. കാരണം ഇദ്ദേഹമാണ് നമ്മുടെ നാടോടി കഥകളിലെ കൗശലക്കാരൻ കുറുക്കൻ. പക്ഷെ നമ്മൾ പല കുറുക്കന്മാർക്കും ആ പദവി ചാർത്തി കൊടുത്തു. ഒരു കാലത്ത് മനുഷ്യരോടൊപ്പം സഹവസിച്ചിരുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്ന ഒരു ജീവിയായിരുന്നു റെഡ് ഫോക്സ്. പിന്നീട് വടക്കേ അമേരിക്കയിലേക്ക് മാത്രമായി അദ്ദേഹം ചേക്കേറി. കാട്ടിലെ ഏറ്റവും വലിയ കൗശലക്കാരൻ എന്നത് കഥകളിലെ മാത്രം പരാമർശമല്ല, റിയൽ ആയിട്ടും ഇദ്ദേഹം കൗശലക്കാരൻ തന്നെയാണ്. ചത്തതുപോലെ കിടന്ന് അഭിനയിക്കുക, പല ജീവികളുടെ മാളങ്ങളിലും ചെന്ന് കയറി അവിടെ സ്വന്തമായി ഇന്റീരിയർ ഉണ്ടാക്കി അത് തൻ്റേതാണ് എന്ന് വരുത്തി തീർക്കുക, പല ജീവികളെയും പല കെണികളിലൂടെയും പിടിക്കുക എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ കൗശല നമ്പറുകളിൽ ചിലതാണ്. വടക്കേ അമേരിക്കയിലെ കാടുകളിൽ കാണുന്ന താറാവുകളുടെ നിയന്ത്രണം വർഷം പ്രതി 1 ദശലക്ഷം താറാവുകളെ കൊന്ന് നിയന്ത്രിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഇവർക്കാണ്. പല കാട്ടുപക്ഷികളുടെയും നിയന്ത്രണം, എലികളുടെ നിയന്ത്രണം ഒക്കെ ഇവരുടെ കൈകളിലായിരുന്നു. പക്ഷേ ഇവ പല കാടുകളിൽ നിന്നും അപ്രത്യക്ഷമായി വെറും വടക്കേ അമേരിക്കയിൽ മാത്രം ഇപ്പോൾ ജീവിക്കുന്നു.